ഹലോ നമസ്കാരം. അപ്പം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതേ നമ്മൾ ഇന്ന് വന്നുള്ളതും ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റും ഉച്ചയൂണും എല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് തന്നെയാണ് കേട്ടോ. അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കിയാലോ. അപ്പോൾ അതേ നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാനിന്ന് തട്ടുദോശയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. തട്ടുദോശയും നാളികേര ചട്നിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ചട്നി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം അതിന് കുറച്ച് മുളകൊന്ന് ചുട്ടെടുക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ വറ്റൽ മുളകൊന്ന് ഗ്യാസ് വെച്ചിട്ട് തന്നെ ഒന്ന് ചുട്ടെടുത്തിട്ടാണ് നമ്മൾ ചട്നി ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾ മുളക് പൊടി ഇട്ടിട്ടാണ് ചട്നി ഉണ്ടാക്കണതെങ്കിൽ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടാ. അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ ചെറിയ തട്ടുദോശയിലേക്കൊക്കെ ഈ ഒരു ചമ്മന്തി എന്ന് വെച്ചാൽ വല്ലാണ്ട് ചാറ് ഇങ്ങനെ ലൂസാവാണ്ട് ഒരു ഇത്തിരി കട്ടിയോട് കൂടിയുള്ള ഇങ്ങനത്തെ ഒരു ചട്നി ഉണ്ടാക്കിയേ ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ടാ. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യാത്തവരൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇങ്ങനെ ഗ്യാസിൽ വെച്ചിട്ടാ അല്ലെങ്കിൽ അടുപ്പിൽ വെണ്ണൂറിലാണ് ഇട്ടിട്ട് നമ്മൾ ചുട്ടെടുക്കുക. അപ്പോൾ നമുക്ക് ഈ സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഗ്യാസിൽ വെച്ചിട്ട് തന്നെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് പിന്നെ ഒരു 2 ചെറിയുള്ളിയും ഒരു കഷ്ണം ഇഞ്ചിയും പിന്നെ നമുക്ക് നാളികേരം ആവശ്യത്തിനുള്ള നാളികേരവും ചെറിയ കഷ്ണം പുളിയും ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു 2-3 ഇതള് കറിവേപ്പില ഇടാട്ടാ. അതുമിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാട്ടാ. അപ്പം ഇങ്ങനെ കുറച്ച് കട്ടിയോട് കൂടിയിട്ടാണ് ഇത്, നന്നായി ലൂസാവരുത്. ഇത്തിരി കട്ടിയോട് കൂടിയുള്ള ചട്നി അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ. എന്നിട്ട് അത് ഒന്ന് കാച്ചി ഒഴിക്കാനായിട്ട് ഇതേ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഉഴുന്നും കൂടി അതിൽ ഇടാട്ടാ. ഇനി ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം 2 തണ്ട് കറിവേപ്പിലയും കൂടി അതിലിട്ട് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ചട്നിയിലേക്ക് ഒഴിച്ചു. അപ്പം അതൊന്ന് കാച്ചിയെടുക്കാം. അപ്പോൾ ചട്നിയൊക്കെ കാച്ചിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പം ഇങ്ങനെ കട്ടിയുള്ള ദോശയല്ല, അപ്പം അധികം പരത്തൊന്നും വേണ്ടല്ലോ. ഒന്ന് മാവ് ചെറുതായി ഒന്ന് മേലൊന്ന് ഒന്ന് ഉണങ്ങി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് കുറച്ച് എള്ളെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായത് കേട്ടോ. അപ്പം എണ്ണയോ നെയ്യോ എന്ത് വേണമെങ്കിലും ഇഷ്ടമുള്ളവർക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുത്തു. അപ്പോൾ നമ്മുടെ ദോശ റെഡിയായി. അപ്പം നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ദോശ ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ നമ്മൾ തിരിച്ചിടുന്ന സമയത്ത് ഒന്ന് ലോ ഫ്ലെയിമിലാക്കുക. നമ്മുടെ പഞ്ഞി പോലത്തെ ദോശയാണ് കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട്. ആ ചട്നിയും കൂട്ടി കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണ്. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ ദോശയും നല്ല കട്ടിയായിട്ടുള്ള ചട്നിയും ഒരു ഗ്ലാസ് കാപ്പിയും കൂടി ആയാൽ പിന്നെ പറയണ്ട. അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഉച്ചക്കലത്തേക്ക് ഞാൻ ഇന്ന് കുറച്ച് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. അപ്പം അതിനായിട്ട് അരി എടുത്തിട്ടുണ്ട്. ഒരു 4 ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് നന്നായി കഴുകി കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് കുതിരാനായിട്ട്. അപ്പം ഒരു 3-4 മിനിറ്റ് ഒന്ന് കുതിർന്നതിന് ശേഷം നമുക്കത് ഊറ്റി വയ്ക്കാം കേട്ടോ. അപ്പോഴേക്കും ഒരു സവാളയും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ക്യാരറ്റും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കനം കുറച്ചിട്ട് സവാളയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പച്ചമുളകും 2 പച്ചമുളകും ഒന്ന് നടുവ് കീറി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ക്യാരറ്റും ഒന്ന് ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ.
അപ്പോൾ അതേ ക്യാരറ്റും സവാളയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് വേണ്ടത് കുറച്ച് സ്പൈസസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പട്ട, ഗ്രാമ്പു അങ്ങനെയുള്ള എല്ലാ സ്പൈസസും എടുക്കുന്നുണ്ട്. 2 മണി കുരുമുളക്, കുറച്ച് ചെറിയ ജീരകം, പെരിഞ്ജീരകം ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതേ പാൻ വെച്ച് അതിലേക്ക് കുറച്ച് മാത്രമേ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. നെയ്ച്ചോറാകുമ്പോൾ നെയ്യിൻ്റെ മണം വേണം. അപ്പോൾ അല്ലാണ്ട് നെയ്യായാലും അത്ര നല്ലതല്ലല്ലോ. അപ്പോൾ നെയ്യ് മാത്രം ഉണ്ടാക്കണവരുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് നെയ്യ് ഒഴിച്ച് പിന്നെ അതിലേക്ക് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ചൂടായി വന്നപ്പോൾ പിന്നെ പട്ട, ഗ്രാമ്പു, ബേ ലീഫ് അങ്ങനെ എല്ലാ സ്പൈസസും അതിലേക്ക് ഇട്ടിട്ടുണ്ട്. അതൊന്ന് മൂത്ത് വന്നപ്പോൾ പിന്നെ നമ്മളിതേ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്ന ക്യാരറ്റും സവാളയും പച്ചമുളകില്ലേ അതും കൂടി അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അല്ലാണ്ട് വഴറ്റണ്ട, ഒരുവിധം ഒന്ന് വഴറ്റി വന്നപ്പോൾ അതേ നമ്മൾ ഒരു 5 മിനിറ്റൊക്കെ വെള്ളത്തിൽ കുതിർത്തിണ്ടാവും. എന്നിട്ട് ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്ന അരിയാണ് കേട്ടോ. അപ്പോൾ അത് അതിലേക്ക് ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അതേ നമ്മൾ ജീരകശാല അരിയാണ് എടുത്തുള്ളത്. അപ്പം അത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഒരു 5-6 മിനിറ്റ് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് വറുത്തെടുത്തു. അങ്ങനെ അതിന് ശേഷം പിന്നെ ഒരു 4 ഗ്ലാസ് അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു 8 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അരി നല്ലോണം ഒന്ന് ഒരു 3-5 മിനിറ്റെങ്കിലും ഒന്ന് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് വറുത്തെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഒരു 8 ഗ്ലാസ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചു കൊടുത്തു. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തു കേട്ടോ. ഇനി അത് മൂടി വെച്ചിട്ട് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റാം നമുക്ക്. അത് അവിടെ ഇരുന്നിട്ട് ഒന്നും ചെയ്യണ്ട കേട്ടോ. ഇനി ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കൊന്നും വേണ്ട. അത് അവിടെ ഇരുന്നിട്ട് വെന്ത് വറ്റി വരും. അപ്പം അത് അവിടെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് നാളികേരം ഞാനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ചിക്കൻ നെയ്ച്ചോറിലേക്കുള്ളതല്ല. അപ്പം ഇത്തിരി ഒരു ചാറോട് കൂടിയിട്ടുള്ള ഒരു ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പം അതിനായിട്ട് ഒരു 2 പിടി നാളികേരമാണ് എടുത്തുള്ളത്. അപ്പോൾ പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് 2 പിടി നാളികേരം, ഒരു കുഞ്ഞി കൈപ്പിടി ആണ് 2 പിടി നാളികേരം എടുത്തുള്ളത്. പിന്നെ 2-3 വെളുത്തുള്ളിയും ഒരു 3 ചെറിയ സ്പൂൺ പെരിഞ്ജീരകവും കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു കുഞ്ഞി പിടി കുരുമുളകും ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് നന്നായിട്ടൊന്ന് വറുത്തെടുത്തു. അതിനുശേഷം അതിലേക്ക് ഓഫാക്കിയതിന് ശേഷം പൊടികൾ ആ ചൂട്ടോടെ തന്നെ പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1-1.5 സ്പൂണോളം മുളക് പൊടി എടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള മുളക് പൊടിയായ കാരണം അത് കുറവെടുത്തുള്ളത് കേട്ടോ. പിന്നെ ഒരു 3 സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊന്ന് അങ്ങനെ ചൂടാക്കിയെടുത്തു. അപ്പം നല്ല നമ്മൾ ഓഫാക്കിയപ്പോൾ തന്നെ പൊടികളിട്ട് നന്നായിട്ട് ചൂടാക്കി അതങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാനായിട്ട് കേട്ടോ. ഇനി അത് ചൂടാറിയതിന് ശേഷം അരച്ചെടുക്കാം. അപ്പോഴേക്കും നമുക്കൊരു 3-4 സവാള ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഈ സവാള വറുത്തെടുക്കുന്നത് നമ്മുടെ ചോറിൽ ഇടാനും വേണം, പിന്നെ കുറച്ച് നമ്മൾ ചിക്കനിലേക്കും വേണം കേട്ടോ. അപ്പോൾ സവാളയും കുറച്ച് അണ്ടിപ്പരിപ്പും ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. മുന്തിരി ഇതിലേക്ക് ഞാൻ എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ നോക്കിയ നെയ്ച്ചോറൊക്കെ വെന്ത് വെള്ളമൊക്കെ വറ്റിയതൊക്കെ ഇങ്ങനെയായിട്ട് നല്ല നെയ്ച്ചോറായിട്ടുണ്ട്. നല്ല പാകത്തിന് വെന്ത്. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സവാള വഴറ്റിയെടുത്തതും കുറച്ച് അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതും കൂടി മേലേക്ക് ഇട്ടു. ആ ചൂട്ടോടെ തന്നെ അങ്ങനെ മൂടി വെച്ചു. ഇനി നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പം നെയ്ച്ചോറ് റെഡിയാക്കി അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നാളികേരില്ലേ അതും പിന്നെ ഒരു 3 സവാള ഒന്ന് നമ്മൾ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതും കൂടിയിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ. അപ്പം നാളികേരം വറുത്തെടുത്തതും അതുപോലെ തന്നെ വറുത്തെടുത്ത സവാളയും കൂടി കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പം അരപ്പൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ നമ്മളൊരു ചീഞ്ചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 10-15 ചെറിയുള്ളി ഉണ്ടാവും അരിഞ്ഞെടുത്തത്, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 6-7 വെളുത്തുള്ളി, ഒരു 4 പച്ചമുളക്, ഇത്രയാണ് അരിഞ്ഞെടുത്തുള്ളത് കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വന്നപ്പോൾ നമ്മൾ അരിഞ്ഞെടുത്തുള്ളതെല്ലാം ഇട്ടു. പിന്നെ കറിവേപ്പില ഇട്ട് ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ.
അപ്പോൾ ചെറിയുള്ളിയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും ഒക്കെ ഒരുവിധം നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഒരു മീഡിയം സൈസിലുള്ള ഒരു തക്കാളി കൂടിയിട്ട് അതൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ തക്കാളി ഒന്ന് വാടി വന്നപ്പോൾ നമ്മൾ അരച്ചു വെച്ചുള്ള അരപ്പില്ലേ, ഇപ്പം നാളികേരം വറുത്തെടുത്തതും പിന്നെ സവാള വറുത്തതും കൂടിയിട്ടാണ് നന്നായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുത്തുള്ളത്. ആ അരപ്പ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഇനി ഇതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചുള്ള ചിക്കൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചിക്കനും ഇട്ടു, ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടു. നമ്മൾ അരപ്പ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചൊന്ന് ചുറ്റിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ. അപ്പം ചിക്കൻ ഇച്ചിരി ചാറോട് കൂടിയിട്ടല്ലേ, അപ്പോൾ മിക്സിയുടെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ ഒരു സ്പൂൺ നിറച്ച് ഗരം മസാലയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പം അതേ ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് കുറച്ച് നേരം ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ മൂടി തുറന്നൊന്ന് ഇളക്കി കൊടുത്തു. ഇനി തീ കുറച്ച് വെച്ചിട്ട് അങ്ങനെ ചെറിയ തീയിൽ കിടന്നിട്ട് ആ ചാറൊക്കെ ഒന്ന് കുറുകി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ചാറൊക്കെ അങ്ങനെ ചെറിയ തീയിൽ അങ്ങനെ കിടന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് ഫ്ലെയിം ഓഫാക്കി അങ്ങനെ നമ്മൾ നെയ്ച്ചോറൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, നമ്മൾ ഇനി ഇതൊന്ന് ഇളക്കിയെടുക്കാട്ടോ. അങ്ങനെ നല്ല നെയ്ച്ചോറും അതിലേക്ക് നല്ല കുറുകിയ ചാറോട് കൂടിയുള്ള ചിക്കൻ കറി പിന്നെ കുറച്ച് നാരങ്ങ അച്ചാറുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിൽ കഴിക്കാമല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയൂണ്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോയുമായി വരും വരെ ബൈ.